1823 ഈ കാലഘട്ടത്തിലാണ് സർ വില്യം ബെയ്ക്സ് എന്ന ബ്രിട്ടീഷ് ജൈവശാസ്ത്രജ്ഞൻ മിമിക്രി എന്ന പദം കണ്ടെത്തിയത്. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാനായി ജീവജാലങ്ങൾ സസ്യജാലങ്ങളുടെ നിറം സ്വീകരിക്കുമായിരുന്നു. ഈ പ്രക്രിയക്കത്രേ ശ്രീ ബെയ്ക്സ് മിമിക്രി എന്ന പദം നൽകിയത്. അതുപോലെ തന്നെ റോമിലും വെനീസിലും മറ്റുമുള്ള രാജസദസ്സുകളിൽ രാജാവിന്റെ പ്രീതി ലഭിക്കുവാനായി കൊട്ടാരമാശ്രിതർ പട്ടികുരയുടെയും പൂച്ച കരച്ചിലിന്റെയും ശബ്ദമനുകരിച്ച് കലാസദ്യ ഒരുക്കുമായിരുന്നു. ഈ രൂപത്തിൽ ആരംഭിച്ച മിമിക്രി കാലാന്തരങ്ങളിലൂടെ ദേശാന്തരങ്ങളിലൂടെ കടന്നുവന്ന് ഇന്ന് ഒരു നവീന കലാപരിപാടിയായി തന്നെ മാറിയിരിക്കുകയാണ്. അതിന്റെ സാക്ഷാത്കാരമാണ് എറണാകുളം കലാഭവന്റെ മിമിക്സ് പരേഡ്. കലാഭവന്റെ ഈ മിമിക്സ് പരേഡ് ഞങ്ങളുടെ പ്രിയ ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമുണ്ടാക്കി തരുന്നത് സരിഗ റെക്കോർഡിംഗ് യൂണിറ്റ് എറണാകുളം. കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റി തലത്തിൽ അംഗീകാരം നേടിയെടുത്ത കലാകാരന്മാരെ കലാഭവൻ അഭിമാനപൂർവ്വം ഒരുമിച്ച് അണിനിരത്തുന്നു. ഓരോരുത്തരെ പരിചയപ്പെടുത്തുകയാണ്. അൻസാർ, പ്രസാദ്, റഹ്മാൻ, സൈനുദ്ദീൻ, ജയറാം ആൻഡ് സന്തോഷ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ ആപ്തവാക്യം സ്മരിച്ചുകൊണ്ട് കലാഭവന്റെ മിമിക്സ് പരേഡ് ആരംഭിക്കുന്നു. പ്രാചീന ഭാരതത്തിൽ, അതായത് രാജഭരണം തേർവാഴ്ച നടത്തിയിരുന്ന കാലം, കൊല്ലിലും കൊലയ്ക്കും യാതൊരു വിലയുമില്ലായിരുന്ന കാലം, ചക്രവർത്തിമാരും രാജാക്കന്മാരും പ്രാന്തപ്രദേശങ്ങളെ സ്വരാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനും അധികാരം കൈവിട്ടു പോകാതിരിക്കുന്നതിനും കുതിരപ്പടകളെയും ആനപ്പടകളെയും കാലാൾപ്പടകളെയും ഒത്തുചേർത്ത് രക്തപ്പുഴകൾ തന്നെ ഒഴുക്കുമായിരുന്നു. ആ പഴയ രണാങ്കണത്തിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും അധികാര ദുർമോഹത്തിനും കിരാത ഭരണത്തിനും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആകെ മാറ്റം സംഭവിച്ചിട്ടുള്ളത് ആയുധങ്ങൾക്ക് മാത്രം. നിർഭാഗ്യവശാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഒളിച്ചു വച്ചിരിക്കുന്ന എന്തെല്ലാം തരത്തിൽ ആയുധങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കലാഭവൻ മിമിക്സ് പരേഡിന്റെ ഭാവനയിൽ കാണുകയാണ്.
ഈ നൂറ്റാണ്ടിലെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധമുള്ള ചില കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ വിവാഹം. ഇതാ ഇവിടെ ഒരു വിവാഹാലോചന. ചൂണ്ടയിട്ട് ഉപജീവനം നടത്തുന്ന ചൗരോ എന്ന ഒരു പാവം മണ്ടനെ ഒരു മൂന്നാൻ പറഞ്ഞു പറ്റിച്ച് ഒരു വീട്ടിലേക്ക് വിവാഹാലോചനയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പ മൂന്നാം പറഞ്ഞ പോലെ എല്ലാം ചെയ്തോളണം. ചതിക്കരുത്. ഇല്ലല്ല മൂന്നാൻ ഒന്ന് മുറുക്കേച്ച് മര പെട്ടെന്ന് വരണം. മകൻ പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞോളണം. എല്ലാം പറയാം. പെണ്ണ് കാണാൻ നമ്മള് വന്നിരിക്കണം, മറക്കാതെ. അതെനിക്ക് അറിഞ്ഞൂടെ പിന്നെ. മൂന്നാൻ മുറുക്കേച്ച് മര വെക്കം വരണം കേട്ടാ. ഈ മൂന്നാന് എന്താണ് വെക്കം വരണം കേട്ടാ. വെക്കം വരാം, ഞാൻ മുറുക്കേക്കും. ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്. കർത്താവിനറിയാം മൂന്നാൻ പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടാന്ന്. താനാരാണ്? താനാരാണെന്ന്? വേലക്കാരനാണല്ലേ? ആരാ മനസ്സിലായില്ലല്ലോ. മനസ്സിലായില്ലല്ലോ. ഞാനിവിടെ പെണ്ണ് കാണാൻ വന്നത്. ഏത് പെണ്ണാണ്? ഈ വീട്ടിലെ പെണ്ണ് കാണാൻ വന്നത്. ഞാനേ പെണ്ണിന്റെ അപ്പനാ. പെണ്ണിന്റെ അപ്പനാണല്ലേ? ഈ സ്വാമിശാക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മഞ്ഞരി നല്ല കസേര, നല്ല കസേര, നല്ല കസേര. ഈ കസേരക്ക് എന്ത് വിലയുണ്ട്? ഇതാ അത് ഒരു 100-300 രൂപ കൊടുത്തു. 300 രൂപ. നല്ല ലാഭമാണ് കേട്ടോ. ലാഭം വിറ്റ ആൾക്ക് നല്ല ലാഭമാണ്. വിറ്റ ആൾക്ക് നല്ല ലാഭമാണ്. നമുക്കേ എന്താ, നമുക്ക് മോന്റെ പേരെന്താ? പേരല്ലേ? ഫെർണാണ്ടസ്. ഒറ്റക്കാണോ വന്നത്? മൂന്നാൻ എവിടെ പോയി? മൂന്നാവിടെ പോയി മുറുക്കാൻ പോയതാണ്. മുറുക്കാൻ പോയിക്കണ. ഇവിടെ തൊട്ടടുത്തുണ്ട് കട. തൊട്ടടുത്തുണ്ട്. അപ്പം പേരെന്താ? ഫെർണാണ്ടസ്. ഫെർണാണ്ടസ് എവിടെ വീട്? വീടല്ല. മൂന്നാനൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. മൂന്നാൻ എവിടെ പോയി? മൂന്നാം മുറുക്കാൻ പോയി. മുറുക്കാൻ പോയി. അപ്പനാണല്ലേ? അപ്പനാ. അപ്പം മോളാണ് അല്ലേ? ഞാൻ പെണ്ണ് കാണാൻ മോളാ. അപ്പൊ അപ്പന്റെ മോളെ അപ്പൻ. അതാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം. അന്ന് അറിയണമല്ല. പിന്നെ ചോരയുടെ അല്ല, ഫെർണാണ്ടസ്. ഫെർണാണ്ടസിന്റെ എവിടെ വീട്? വീട് ഈ മൂന്നാൻ എവിടെ പോയി? മൂന്നാം മുറുക്കാൻ പോയേക്കുന്ന. പോയല്ലേ? അപ്പം വരും. പിന്നെ എന്താണ്? വീട് എവിടെയാ? വീടല്ലേ? വീട് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോയി നിക്കണം. അപ്പൊ തന്നെ ഒരു ബസ് വരും. ട്രാൻസ്പോർട്ട് ബസ്സിനൊന്നും കൈയാണിക്കണ്ട, അത് നിർത്തിയൊന്നുമില്ല. വെറുതെ എന്തിനാണ് കൈയാണിക്കുന്നത്? അപ്പൊ തന്നെ ഈ പ്രൈവറ്റ് ബസ് വരും. പ്രൈവറ്റ് ബസ് വരുമ്പോ കൈയാണിച്ചിട്ട് ഒറ്റോട്ടം കൊടുക്കണം മുമ്പിലേക്ക്. അതറിഞ്ഞൂടെ? അത് സ്റ്റോപ്പിൽ നിർത്തൂല, അത് കാരണം അങ്ങോട്ട് ഓടണം. മുമ്പോട്ട് കയറി നിന്നാ വേറെ പ്രശ്നമുണ്ട്. അപ്പൊ അവരവിടെ നിർത്തൂല, സ്റ്റോപ്പിൽ തന്നെ നിർത്തും. അങ്ങനെ ബസ്സിൽ കയറണം. ബസ്സിൽ എങ്ങനെയല്ലെങ്കിൽ കേറിയിട്ട് 1 ഉറുപ്പ്യ കൊടുക്കണം ടിക്കറ്റ് എടുക്കാൻ. 1 ഉറുപ്പ്യ കൊടുക്കണം. അപ്പൊ അവര് ബാക്കി 40 പൈസ തരൂല. എന്താണ്? 1 ഉറുപ്പ്യാണ് ടിക്കറ്റിന്. 60 പൈസയായിരുന്നു. കൂട്ടിയതാണ്. അങ്ങനെ അവിടുന്ന് പള്ളിമുക്കിലേക്ക് പോണം. പള്ളിമുക്ക് സ്റ്റോപ്പിൽ ഒരു 10-15 പേര് ഇറങ്ങും. കൂടെ അപ്പനും അങ്ങോട്ട് ഇറങ്ങണ്ടാട്ടാ. അതല്ല സ്റ്റോപ്പാ. അവിടുന്ന് പിന്നെയും പോണം. അവിടുന്ന് പോയിട്ട് അവിടുന്ന് ചന്തമുക്കുണ്ട്. പള്ളിയുടെ അടുത്തല്ല, ചന്തയുടെ അടുത്ത് പള്ളി. പള്ളിയുടെ അടുത്ത് ചന്തമുക്ക്. അവിടെ എല്ലാരും കൂടെ ഇറങ്ങും. ഒരുവിധം എല്ലാരും ഇറങ്ങും. ആ കൂട്ടത്തിൽ അപ്പനും വേണമെങ്കിൽ ഇറങ്ങാന്നൊക്കെ വിചാരിക്കും. ഇറങ്ങണ്ടാട്ടാ. അതല്ല, അത് കഴിഞ്ഞ് പിന്നെ ബോട്ടിയെട്ടിന്റെ അവിടെ നിർത്തും. അവിടെ ഇറങ്ങണം. അവിടെ എല്ലാരും ഇറങ്ങും. ഇല്ലെങ്കിൽ അവര് പിടിച്ചിറക്കും. അവർക്ക് തിരിച്ചു പോകണ്ടേ. എന്നിട്ട് ബോട്ടിൽ കയറി അക്കരെ അടക്കണം. പോഞ്ഞിക്കര എന്ന് പറയും. അതങ്ങ് പറഞ്ഞാ പോലെ. എവിടെ പോയി? മൂന്നാം മുറുക്കാൻ പോയി. അപ്പൊ എവിടെ മോന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല? വീട്ടില് അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, പൂച്ചയുണ്ട്, ഞാനും ഉണ്ട്. പട്ടിയില്ലേ? അപ്പനുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പനുണ്ടെന്ന് പറഞ്ഞില്ലേ? മൂന്നാനവിടെ പോയി. മൂന്നാം മുറുക്കാൻ പോയേക്കുന്നത്. കണ്ണട വെച്ചിട്ടുണ്ടല്ലേ? വയസ്സായില്ലേ? വയസ്സായവരൊക്കെ കണ്ണട വെക്കും. എന്റെ അപ്പനും കണ്ണട ഉണ്ട്. 2 കണ്ണട ഉണ്ട്. ഒരു കണ്ണട എടുത്ത് ഒരു കണ്ണട വലതുവശത്ത്. അങ്ങനെ 2 അങ്ങനെ. മോനെവിടെ ജോലി? ജോലി മൂന്നാനെവിടെ? മൂന്നാം മുറുക്കാൻ പോയതാണല്ലേ? അപ്പൊ ജോലി അതായത് നല്ല സാമാന്യം ഭേദപ്പെട്ട ഒരു ജോലിയാണ്. എവിടെയാണെന്ന് പറയാ? ജോലി
അപ്പനാണല്ലേ? കൈമാറ്റ് കൈമാറ്റ്. അപ്പനാണ്. എനിക്ക് അപ്പനെ എന്ത് ഇഷ്ടമായെന്ന് ആ അറിയാം. ഭയങ്കര ഇഷ്ടമല്ലേ? അല്ല എവിടെ FACT-ലാണോ? FACT-ലല്ല. പിന്നെ എവിടെ? പ്രീമിയർ ടൈൽസ്, പ്രീമിയർ ടൈൽസിലും അല്ല. ലാറ്റക്സ്, അതൊക്കെ ചെറിയ ചെറിയ കമ്പനികളല്ലേ. ടൈറ്റാനിയം. അതൊക്കെ ഭയങ്കര ടൈറ്റ് ഉള്ള TCM. കമ്പനിയല്ലേ. അതൊന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുമ്പോ പോകാൻ നേരത്തെ കൈകൊണ്ട് ഇങ്ങനെ വീശി കാണിക്കൂല്ലേ? എന്തെന്നാണ്? ടാറ്റ കൊടുക്കും. കമ്പനിയിലാണ്. അവിടെ- എന്റെ മൂന്നാനെ എവിടെ പോയി? മൂന്നാം മുറുക്കാൻ പോയേക്കുന്നു. പോയി എനിക്കറിയാം. എന്നാലും ഓർക്കാൻ പറഞ്ഞതാണ്. ആണോ? പിന്നെ അവിടെ എന്താ ജോലി എന്നും പറഞ്ഞു? അവിടെ ജോലി സ്കെയിലൊക്കെ എന്തുണ്ട്? സ്കെയില് ചെറിയ സ്കെയിലുണ്ട്, വലിയ സ്കെയിലുണ്ട്. അപ്പന് സ്കെയിലിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ അപ്പൊ എത്തിച്ചേരാം. അതല്ല സാലറി സ്കെയില്. സാലറി സ്കെയിൽ വലിയൊരു സ്കെയിലൊക്കെ നമുക്ക് എന്തിനാണ്? സാലറി സ്കെയില്. അത് ശരിയാ. ശമ്പളമല്ല ചോദിക്കണം. ഒരു 600 ഉറുപ്പ്യ ഉണ്ട് ഇപ്പൊ. 600 ഉറുപ്പ്യ വീട്ടിലേക്ക് കൊടുക്കുമല്ലോ അല്ലേ? വീട്ടിൽ കൊടുക്കണ്ടേ? പിന്നെ ആണോ? വീട്ടിലെന്ത് കൊടുക്കും? വീട്ടില് കാശ് കൊടുക്കും. എന്ത് കൊടുക്കും? 800 ഉറുപ്പ്യ. 800 രൂപ. 800 ഉറുപ്പ്യ. എന്താ ജോലി എന്ന് പറഞ്ഞില്ലല്ലോ? ജോലി എന്ന് പറഞ്ഞ മൂന്നാനവിടെ പോയി. മൂന്നാം മുറുക്കാൻ പോയേക്കാണ്. പോയല്ലേ? പിന്നെ ഈ ജോലി പറഞ്ഞുതരാം. അതായത് ഒരു വടി എടുക്കണം. വടി. നല്ല ഷർട്ട്. നല്ല ഷർട്ട്. കൈന്ന് മാറ്റ്, കൈമാറ്റ്. നല്ല വാച്ച്. വാച്ച് ഇഷ്ടായി. നല്ല അപ്പനെടുത്തോ വാച്ച്? ഇതെന്റെ വാച്ചല്ലേ? നല്ല എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഈ വടി ഉണ്ടല്ല, ഒരു തരം വടി പോലെ. വടിയല്ല, വടിയുടെ അടുത്ത് ഒരു ടെങ്കീസ് അല്ല, ടെങ്കീസ് പോലെ ഒരു സാധനം. അതിങ്ങനെ കെട്ടും. കെട്ടിയിട്ട് അതിന്റെ അറ്റത്ത് ഒരു ചൂണ്ട പോലൊരു സാധനം. എന്നിട്ട് അതിന്റെ ഒരു പുറത്ത് ഒരു ഈ ഞാഞ്ഞൂലിന് ഇങ്ങനെ, ഞാഞ്ഞൂലല്ല, മോന്റെ ജോലിയല്ലേ പറയണത്? ജോലി. എന്നിട്ട് അവിടെ ടാറ്റയിലാണല്ലോ. എന്നിട്ട് ഞാഞ്ഞൂലിട്ടിട്ട് ഞാഞ്ഞൂലി മൂന്നാൻ അവിടെ പോയി. മൂന്നാം മുറുക്കാൻ പോയേക്കുന്നു. പോയല്ലേ എന്റെ മൂന്നാനെ? എന്നിട്ട് ഈ അവിടെ വലിയ കുളം ഉണ്ടല്ലോ. കുളം? സോപ്പൊക്കെ ഉണ്ടാക്കണ കുളം. ടാറ്റ കമ്പനി. സോപ്പൊക്കെ ഉണ്ടാക്കണ കുളം. നമ്മള് കുളിക്കണ തന്നെ വെള്ള കുളത്തിലല്ലേ? അപ്പൊ സോപ്പ് ഉണ്ടാക്കണ്ടേ? അങ്ങനെ ഇത് ഈ വടിന്റെ പുറത്തിട്ടിട്ട് ഈ നമ്മളെ ഈ കുളം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നറിയോ? എറണാകുളത്തിനെക്കാട്ടിയും വലിയ കുളം. എന്തു കുളം? ഭയങ്കര കുളം. എന്നിട്ട് ഈ വടിയെടുത്ത് ഈ ചൂണ്ട പോലുള്ള സാധനം എടുത്ത് കുളത്തിന്റെ ഉള്ളിലേക്ക് ഇട്ട് ഇനി ആയിരിക്കണം കുറച്ചേരം. കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഒരൊറ്റ വലിക്കുമ്പോ ഒരു വലിയ ഒരു മീനല്ല, ഒരു സോപ്പ്. 501 ബാർ സോപ്പ്. മൂന്നാനെ. അപ്പൊ അങ്ങനെയാണ് ടാറ്റയില് 501 ബാർ സോപ്പ് ഉണ്ടാക്കണത് അല്ലേ? എന്നാ വാ എഴുന്നേക്ക്. ചായ കുടിക്കാനായി ചായ ഇവിടെ കൊണ്ടുവന്നാ മതി. എനിക്ക് എഴുന്നേക്ക്. ചോര ഫെർണാണ്ടസ് എഴുന്നേക്ക്. എഴുന്നേറ്റ് അകത്ത് പോയി പെണ്ണ് കാണാൻ. പെണ്ണിനെ അങ്ങോട്ട് എനിക്ക് അതിലും വലിയ നാടകമാണ്. എഴുന്നേക്ക് മോനെ, എഴുന്നേക്കാൻ. ഈ മൂന്നാനെ എവിടെ പോയി? മൂന്നാം മുറുക്കാൻ പോയേക്കണല്ലേ? എഴുന്നേക്ക്, നടക്ക്, പുറത്തോട്ടിറങ്ങ. എന്താണ് പുറത്തോട്ടിറങ്ങാൻ? മൂന്നാം വന്നിട്ട് പുറത്തോട്ടിറങ്ങാൻ. വല്ല കുളത്തില് ചൂണ്ടിട്ട് മീൻ പിടിക്കണം. നിനക്ക് പെണ്ണിറങ്ങ. പുറത്തോട്ടിറങ്ങടാ. പുറത്തോട്ടിറങ്ങടാ. ഇത് വിവാഹാലോചനകൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ വിവാഹം കഴിഞ്ഞ് പ്രസവഘട്ടത്തിലെത്തിയാലും പ്രശ്നങ്ങളാണ്. ഈ ഭർത്താവിനെ ഒന്ന് ശ്രദ്ധിക്കൂ. അതോടൊപ്പം നമ്മുടെ ടെലിഫോണിന്റെ പ്രസക്തിയും. ഹലോ ജനറൽ ഹോസ്പിറ്റൽ അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനാണ്. ഹലോ ഹലോ 333 അല്ലേ? 333 അല്ലേ? സോറി, റോങ് നമ്പർ. ഹലോ, അത് തന്നെയാണ്. ഹലോ, കിട്ടിയത് വെറുതെ. ഹലോ, എക്സ്ചേഞ്ച് അല്ലേ? എക്സ്ചേഞ്ച് അല്ലേ? അതെ, എക്സ്ചേഞ്ച്, ഫോറിൻ എക്സ്ചേഞ്ച്, ബാങ്ക് ഓഫ് ബറോഡ.
ഹലോ ഹലോ ആ ജനറൽ ഹോസ്പിറ്റൽ അല്ലേ? അതെ അതെ ജനറൽ ഹോസ്പിറ്റലാ. ആ ഡോക്ടർ വിമലാദേവി എന്ന് വേണമായിരുന്നല്ലോ. അയ്യോ ഡോക്ടർ വിമലാദേവി സിനിമക്ക് പോയിരിക്കാണ് കേട്ടോ. ഡോക്ടർ വർഗീസിനെ കിട്ടിയാലും മതിയായിരുന്നു. അയ്യോ ഡോക്ടർ വർഗീസും സിനിമക്ക് ആ, പോയിരിക്കാണല്ലോ. രണ്ടുപേരും ഒരുമിച്ചാണോ പോയത്? ഇല്ലേ ഇവിടുന്ന് വേറെ വേറെ പോയത്. ഏതെങ്കിലും ഒരു ഡോക്ടറെ കിട്ടിയാൽ മതിയായിരുന്നു. നോക്കട്ടെ ഡോക്ടർ സക്കീറുണ്ട്. ഡോക്ടർ വർഗീസ് ഹലോ ഹലോ ഹലോ. ഡോക്ടർ വർഗീസ് വരുന്നുണ്ട്. വരുന്നുണ്ടോ? എന്റെ ക്ലോസ് ഫ്രണ്ട് അതാണ്. സിനിമക്ക് ടിക്കറ്റ് കിട്ടിയില്ലെന്ന് തോന്നുന്നു. ആ, ഞാൻ പറയാം, ഒന്ന് പെട്ടെന്ന് hold ചെയ്യണേ. പറയൂ. ആ, പുള്ളി എത്തട്ടെ, hold hold ചെയ്യാം, ചെയ്യണേ. hold ചെയ്യാം. ഹലോ ഹലോ ആ പ്രഭാകരനാ സംസാരിക്കുന്നത്. പ്രഭാകരൻ പ്രഭാകരൻ ചായ വാങ്ങിക്കാൻ പുറത്തു പോയിരിക്കുകയാണല്ലോ. പ്രഭാകരനാ സംസാരിക്കുന്നത്. പ്രഭാകരൻ ചായ വാങ്ങിക്കാൻ പുറത്തു പോയിരിക്കുകയാണ്. ഈ സംസാരിക്കുന്ന പ്രഭാകരനാണെന്ന്. ആ ഹലോ പ്രഭാകരൻ, എന്താണ് കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വരാന്ന് പറഞ്ഞ് വന്നില്ലോ. ഞാൻ വളരെ നേരം വൈഫായിട്ട് കാത്തു അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇറങ്ങി ആയിരുന്നില്ലേ? നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഏതാണ് അനാടലക്കരെ കാണാൻ പോയപ്പോഴല്ലേ കണ്ടത്. അതിനുശേഷം നിങ്ങളൊന്ന് ഇറങ്ങി പോലും ചെയ്തില്ല. ഹലോ ഹലോ കേൾക്കുന്നു. ഡോക്ടർ വാ തുറക്കാൻ സമ്മതിക്കണ്ടേ? ഒരു ഡെലിവറി കേസാണ്. തുറന്നോളൂ. ഡെലിവറി കേസാണെന്ന്. ആർക്കാണ്? എനിക്കാണ്. സോറി എന്റെ വൈഫിനാണ്. ഓ കുട്ടിയാണോ പെണ്ണാണോ? കൺഗ്രാജുലേഷൻ. ഡെലിവറി കഴിഞ്ഞിട്ടില്ല ഡോക്ടർ. കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ ഒന്ന് പെട്ടെന്ന് എത്തണം. ഓക്കെ 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 കാർ അയക്കണേ. കാർ അയച്ചേക്കാം. ഓക്കെ 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 ഓക്കെ. ഓക്കെ. അമ്മേ അയ്യോ ചേട്ടാ അയ്യോ. സോറി മിസ് പ്രഭാകരൻ, ഞാൻ സിനിമക്ക് പോയതാണ്. എന്താ പ്രശ്നം? ഡെലിവറി കേസ് എന്റെ വൈഫിന്റെ ഡെലിവറിയാണ്. വൈഫിനെ കാണാമല്ലോ. കാണാം അകത്തേക്ക് വരൂ. പ്രഭാകരൻ ഒരു പ്രായം ചെന്ന സ്ത്രീയാണ്. അത് പ്രായം ചെന്ന സ്ത്രീയോ? ഡോക്ടർ ഏത് മുറിയിലാ എന്നത്? ഞാൻ രണ്ടാമത്തെ മുറിയിൽ. അയ്യോ രണ്ടാമത്തെ മുറിയിൽ എന്റെ അമ്മൂമ്മ നടക്കുന്നത്. അതിനടുത്ത മുറിയിലെ എന്റെ ഭാര്യ. വരൂ എന്റെ കൂടെ വരൂ. കാണിച്ചു തരൂ. കാണിച്ചു തരാം. ഒരു വൃത്തികേട് അമ്മൂമ്മയുടെ മുറി കൊണ്ടേ. അമ്മൂമ്മ അമ്മൂമ്മയുടെ പ്രസവം എടുക്കാൻ നടക്കുകയാണ്. മിസ്റ്റർ പ്രഭാകരൻ. യെസ് ഡോക്ടർ. ക്ലോസ്. ക്ലോസ്. ഡോക്ടർ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ ഡോക്ടർ? ഞാൻ എനിക്കൊരു ജീവിതമില്ല ഡോക്ടർ. എടുത്ത് ചാടില്ല പ്രഭാകരൻ. ഞാനൊന്ന് പ്രഭാകരൻ, എനിക്കറിയാം ഡോക്ടർ. ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ. എനിക്ക് മനസ്സിലായി മറ്റു വിവാഹം കഴിക്കാനല്ലേ. സമ്മതിച്ചു ഡോക്ടർ. എന്താണ് പ്രഭാകരൻ ഈ പറയുന്നത്? ഞാൻ പറയട്ടെ. ഞാൻ സമ്മതിച്ചു ഡോക്ടർ. എന്ത് സമ്മതിച്ചെന്ന്? മറ്റു വിവാഹത്തിന് സമ്മതിച്ചു. ഞാൻ അതല്ല പറഞ്ഞത്. മുറിയുടെ വാതിൽ ക്ലോസ് ആണ്. എന്താണ് മിസ്റ്റർ പ്രഭാകരൻ? സോറി സോറി പ്രഭാകരൻ വെരി സീരിയസ്. വെരി സീരിയസ്. എനിക്ക് ഒരു സാധനം വേണം. എന്ത് വേണം ഡോക്ടർ പറയൂ. ഒരു മുട്ടുസൂചി. മുട്ടുസൂചിയോ? ഇത് മതി. ഇത് മതിയോ? തുരുമ്പില്ലല്ലോ. തുരുമ്പില്ല ഡോക്ടർ. താങ്ക് യു. അയ്യോ അമ്മേ അമ്മേ പ്രഭാകരൻ അമ്മായിയമ്മയ്ക്ക് വിളിക്കുന്നു. എനിക്ക് മുട്ടുസൂചി പോരാ. മുട്ടുസൂചി പോരെ? പോരാ. പിന്നെ എന്ത് വേണം ഡോക്ടർ? വേണം. എന്ത് വേണം? കുറച്ചും കൂടെ വലുത്. കത്തിയോ? കത്തി. സമ്മതിച്ചു. ഇതാ ഡോക്ടർ കത്തിയോ? കൈ തന്നെ ഉണ്ടല്ലോ. മുറിച്ചുണ്ടല്ലോ. മൂർച്ചയുണ്ട് ഡോക്ടർ. ഒന്ന് ചെല്ലു ഡോക്ടർ. പ്രഭാകരൻ കത്തിയും പോരാ പ്ലീസ്. കത്തി പോരെ? സോറി കത്തി പോരാ. വലുത് വേണം. വാക്കത്തിയോ? ഡോക്ടർ മേജർ ഓപ്പറേഷൻ ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എടുക്കാം. വാക്കത്തി വേണം. വേഗം 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 വരൂ. ഇത് ഡോക്ടർ ഒന്ന് ഡോക്ടർ. മതി 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 മതി. പ്രഭാകരൻ കഴിഞ്ഞു കഴിഞ്ഞു. ഇല്ല വാക്കത്തി ഒടിഞ്ഞു പോയി. വാക്കത്തി പോരാ. പോരാ. കുറച്ചുകൂടെ വലുത്. ഒരു കോടാലി. കോടാലിയോ? പ്രസവിച്ചു. ഡെലിവറി. പിന്നെ ഡോക്ടർ ഈ കത്തി വാക്കത്തി കോടാലി എല്ലാം ചോദിച്ചെന്തിനാ മനസ്സിലായില്ല. അത് ഞാൻ ചോദിച്ചത് എന്റെ പെട്ടി തുറക്കാനായി. പെട്ടി തുറക്കാനോ? വീടുകളിലും ആശുപത്രികളിലും മാത്രമല്ല ഓട്ടോറിക്ഷകളിൽ വരെ പ്രസവങ്ങൾ നടക്കാറുണ്ട്. എറണാകുളത്തെ റോഡിലൂടെ ഗർഭിണി ഓട്ടോറിക്ഷയിൽ പോയാൽ പ്രസവം തീർച്ചയാണ്. നാട് ഭരിക്കുവാൻ ഭരണകൂടമുണ്ടെങ്കിലും നമ്മുടെ റോഡുകൾ തോടുകൾ പോലെ തന്നെ കിടക്കുന്നു. ഈ അവസരത്തിൽ
രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്ന നമ്മുടെ സിനിമാവേദിയിലെ അത്ഭുത പ്രതിഭയായ ശ്രീ പ്രേം നസീറിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ നടന്മാർ പറയുന്ന അഭിപ്രായങ്ങൾ ഒന്ന് കേൾക്കൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രേം നസീർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. നസീർ മുഖ്യമന്ത്രിയായാൽ എന്നെ ആരോഗ്യമന്ത്രിയാക്കുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. പിന്നെല്ലാം വെച്ച് എനിക്കത്ര മാത്രം പറയാനുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പോവുക. ഞാനൊരു കാര്യം പറയാം. നസീർ സാർ മുഖ്യമന്ത്രിയായാൽ ഞാൻ തന്നെ ആഭ്യന്തരമന്ത്രി. കാരണം നസീർ സാർ തിരുവനന്തപുരത്ത് ചിറയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണല്ലോ വരുന്നത്. അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് നിന്നും പൂജപ്പുരയിൽ നിന്നും മത്സരിക്കും. ഒരു കാര്യം പറയാം, എന്നെ ആഭ്യന്തരമന്ത്രിയാക്കിയേ തീരൂ. നസീർ സാറാകുമെന്ന് അറിയാം. അപ്പോ ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഞാൻ പോയി വോട്ട് പിടിക്കാൻ നോക്കട്ടെ. നമസ്കാരം. ഞാനെന്ത് പറയും എന്നൊരു പിടിയില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മാളേനല്ലേ, അപ്പൊ അടുത്ത മുഖ്യമന്ത്രി മാളേനായിക്കോട്ടെ. പക്ഷേ നസീർ സാർ മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞപ്പോ ഞാനെന്ത് ചെയ്യണം എന്നാണ് എന്റെ ചിന്ത. അത് പിന്നെ പറയാം കേട്ടോ, ഇപ്പോഴേക്ക് സമയമില്ല. പോയിട്ട് വരാം. പ്ലാനൊന്നും വേണ്ട. നസീർ സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാനേ ഈ മലയാള സിനിമയിലുള്ളപ്പോ നസീർ സാർ എവിടെ നിന്നാലും ജയിക്കും. അല്ലെങ്കിൽ MG സോമൻ ജയിപ്പിക്കും. തമിഴ്നാട്ടിൽ MG രാമേന്ദ്രൻ, ഇവിടെ MG സോമൻ. നസീർ സാർ ആയതുകൊണ്ട് മാത്രം ഞാൻ വിട്ടുവരുക. എന്താ ഇത്? അല്ല, ആനയില്ലാത്ത ആറാട്ട ഇത്. എല്ലാരും വന്ന് ഓരോ വകുപ്പും പൊടിച്ചിട്ട് പോയി. അപ്പൊ ഈ പപ്പുനൊരു വകുപ്പില്ലേ? എനിക്ക് എന്തെങ്കിലും ഒരു വകുപ്പ് വെച്ചില്ലെങ്കിൽ മന്ത്രിസഭ ഉണ്ടല്ലേ, ഈ നസീർ സാറിന്റെ മന്ത്രിസഭ, അത് ഞാൻ കുളമാക്കും. തമാശ പറഞ്ഞതാ. ഇവരുടെ അഭിപ്രായങ്ങൾക്ക് നന്ദി പറയാനെത്തിയ ശ്രീ പ്രേം നസീർ. പ്രിയമുള്ള നാട്ടുകാരെ, ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഇവിടെയുള്ള ജനത നെട്ടോട്ടമോടുന്നത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മലയാള ചലച്ചിത്രവേദിയിൽ ഒരു പ്രാന്തന്റെയും പൊട്ടന്റെയും വരെ വേഷം കെട്ടിയിട്ടുള്ള എനിക്ക് ഒരു മുഖ്യമന്ത്രിയുടെ വേഷം കെട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏതായാലും ഞാൻ രാഷ്ട്രീയത്തിൽ വന്നാൽ ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകും എന്നെനിക്കുറപ്പുണ്ട്. നിങ്ങൾ എന്നെ ജയിപ്പിക്കണം. എനിക്ക് ശേഷം എൻ്റെ മകനെയും. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നന്ദി, നമസ്കാരം. ഓരോ നടന്മാരുടെ ശൈലിയും ഓരോ രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലെ ഭാഷാ ശൈലിയും വിഭിന്നമാണ്. ഇതാ ഒരു ഭാഷാ പ്രശ്നം. ഒന്നിക്കണേ ഒരുപാട് ചെയ്തായിരുന്നു. ഞാൻ കോഴിക്കോട്ടിന് അറിയാം. 5:30 ട്രെയിനിന് വന്ന് ഇറങ്ങി. അപ്പൊ അവിടെ കഴിഞ്ഞപ്പോ ഓൻ പറഞ്ഞു, ഓന്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ച ഓന്റെ ചോദിച്ചാൽ തവണയൊക്കെ വഴി പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് പോകണേ, ധോനെ പോകണമെന്ന് ഓൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പോകേണ്ട തവണയിലൊക്കെ ഒന്ന് പറഞ്ഞാൽ വലിയ ഭാരമായിരുന്നു. നിങ്ങൾ എവിടെ നിന്ന് വരണത്? ഞാൻ കോഴിക്കോട്ടിന്ന് വരെ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് ഞാൻ പറയാൻ നിനക്കൊന്നും പുരിയില്ല. എനിക്ക് തവണയിലൊക്കെ വഴിയൊന്ന് ചോദിച്ചാ നിങ്ങളുടെ അടുത്ത്. ഞാൻ പറയണ പുരിയില്ല. എനിക്ക് സ്ഥലങ്ങൾ ചോദിക്കണേ മര്യാദകളൊക്കെ ഉണ്ട്. ഞാൻ എന്റെ മര്യാദ കാണിച്ചാൽ ഉടുപ്പം മണ്ടല്ലായിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്നെ പോകും. നിങ്ങൾ എന്തൊരു ഭാഷകൾ പറയണത്? ഞാൻ മലയാള ഭാഷ പറയുന്നു. അത് ശരി, എന്റെ ഭാഷ കൊണ്ട് പുരിയല്ല അത്രേ. എന്റെ ഭാഷ മനസ്സിലായില്ല എനിക്ക്. അത് തന്നെ കാര്യം. നിങ്ങൾ എന്ത് ഭാഷയിൽ പറയാം? ഞാൻ പറയണത് നമ്മുടെ നാട്ടിലെ ഭാഷകൾ തന്നെ പറയണത്. അത് ശരി, നിങ്ങൾ എവിടുത്തുകാരനാ? ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ കോഴിക്കോട്ട് ഭാഷകൾ കളിയാക്കരുത്. എന്റെ സ്വഭാവം മാറും. എന്റെ മോന്തടിച്ച പരപ്പങ്ങണികൾ ആളുകളോട് ചോദിച്ചാൽ അറിയാം ഏത് ഭാഷകൾ കൊള്ളാന്നുള്ള കാര്യം. ചോദിച്ചോ ആളുകളോട് ചോദിച്ചോ, ആളുകൾ പറയും കേരളത്തിൽ വെച്ച് ഒന്നാം തരം ഭാഷ കോഴിക്കോട്ട് ഭാഷ എന്ന് പറയും. ഓൻ എന്നെ സ്വീപ്പാക്കാൻ ആളുകളും കാര്യങ്ങളൊന്നും മാഞ്ചില്ല. നിങ്ങൾ ബഹളം ഉണ്ടായിക്കൊണ്ട് വരുന്നത് ഞായറാഴ്ച ദിവസങ്ങൾ പണ്ട് തലകളും വെച്ചോണ്ട് ഷേപ്പുകൾ മാറ്റും പണികളാണെങ്കിലുള്ള അമീർഖാന്റെ വിളവ് പോലെ എന്റെ അടുത്ത് ഓടിയിട്ടില്ല. ഓൻ എന്നെ സ്വീപ്പാക്കുക. ഒന്ന് പറഞ്ഞേ, ഇവിടെ ഒരു കച്ചറ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിക്കൊണ്ട് പറയറ്റ മനുഷ്യ, നിങ്ങൾ വെറുതെ അരേക്കറി കസരല്ലേ? ഞാൻ കോഴിക്കോട്ടിന്ന് വരിക. ഓൻ ഇവിടെ കണ്ടുള്ള ആളാ. തവണാലൊക്കെ വഴി വെച്ച് പോകും വെറുതെ സ്വീപ്പാക്കാൻ എന്റെ ഭാഷയെ കുറ്റം പറയാം. അവന്റെ ഭാഷ എന്നെ പുരിയല്ല എനിക്ക്. ഓൻ പറയട്ടെ നല്ല ഭാഷ. ഭാഷകളെ പറ്റി കുറ്റങ്ങൾ പറയാൻ അങ്ങേരുടെ ഭാഷകൾ കൊള്ളാമോന്നും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. ഹൈ,
എന്തിട്ടാ ഈ ഷാബികള് രണ്ടും കൂടി പറയണ ഇഷ്ടേ? ഒരു വിവരമില്ലാത്ത ജാതി സംസാരിക്കണം. തൃശ്ശൂരെ വന്നടാ, തൃശ്ശൂർക്കാരെ ഭാഷ കേട്ടിട്ടുണ്ടാ ഷാബിയെ കന്നാലിയെ? പൂരത്തിന് അമ്പിട്ട പൊട്ട് പോലെ ചാട്ടപ്പെട്ട പൊട്ടിയുള്ള സംസാരം തൃശ്ശൂർക്കാരുടെ ഭാഷ കേട്ടിട്ടുണ്ടാ? ഇപ്പൊ വലിയ കൊല്ലാപ്പായല്ലേ എന്ത് കൊല്ലാപ്പെട്ട മോന്തൊക്കെ ഒരു കീറ തന്ന മോന്ത്ര ഷേപ്പ തൃശ്ശൂർക്കാരുടെ ഭാഷ കേട്ടോ? കേരളത്തിലെ ഭാഷ തൃശ്ശൂർക്കാരുടെ ഭാഷ ഒന്ന് പറഞ്ഞേ. ഞാൻ സമാധാനമായിട്ട് ഓന്റെ കാര്യം പറയട്ടെ. ഞാൻ കോഴിക്കോട്ടുകാരനാ. എന്റെ പേര് മിസ്റ്റർ അലിക്കുട്ടി എന്നാ. ഓൻ തിരുവനന്തപുരത്താരനാ. ഓന്നിട്ട് ഞാൻ വെറുതെ തവറാലൊക്കെയുള്ള വായു ചോദിച്ചാ അപ്പൊ ഓൻ കയറി വന്ന ഓന്റെ ഭാഷ അതിനെക്കാളും അപ്പുറം കച്ചറ ഭാഷ. ഭാഷ ഇഷ്ട തൃശ്ശൂർക്കാരുടെ ഭാഷ കേട്ടിട്ടില്ലേ കന്നാലിയെ? നിങ്ങളെ ഒന്നും പറയണ്ട, ഓൻ പറഞ്ഞാലും വഴി എനിക്ക് വഴി കായിക്കോട്ടെ എന്ന് പറഞ്ഞ ആള് തന്നെ ഇവിടെ ഭാഷകളെ പറ്റി കുറ്റങ്ങൾ പറയുന്നു. 3 പേരുടെ ഭാഷകൾ കേട്ടിട്ട് ഏത് ഭാഷകൾ കൊള്ളാന്ന് ഓൻ പറയട്ടെ. അപ്പൊ അതാണ് കാര്യം. നിസ്സാര കാര്യമല്ലടോ. നിങ്ങളുടെ 3 ആൾക്കാരുടെയും ഭാഷ തള്ളി പൊളിക്കലാണ്. അതാണ് മനസ്സിലാക്കാൻ കൊടുക്കാത്തത്. നമ്മൾ പറഞ്ഞു തരാം വഴികൾ. അതാണ് കാര്യം. നിങ്ങളെന്ത് ഭാഷ? മലയാള, തെലുങ്ക്, തമിഴ് എന്റെ പണ്ടാരമാരുടെ വെറുതെ വഴിയിൽ കൂടെ പറയും. നമ്മളെ വെച്ച് കുൾമാലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വെറുതെ കാൽമണിക്ക് വെറുതെ മറിച്ച് താൻക്ക് വെറുതെ മാറ്റാൻ കൊടുക്കൊണ്ട് ധാരാവശ്യം സുമ്മാനൊക്കെ വെറുതെ വഴിയിൽ കൂടെ കുൾമാനൊക്കെ മറിക്കാൻ മൂര്യ പിടിച്ചുകൊണ്ടുവരാം അയാളെ. ഞാൻ പറയട്ടെ മനുഷ്യങ്ങളെ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, കച്ചറുണ്ടാക്കല്ലേ. അയാൾക്ക് പറയട്ടെ. ഞാൻ കോഴിക്കോട്ടിന്ന് വരാം. അലുവാസാലല്ല. എന്റെ പേര് അലിക്കുട്ടിന്നാ. ഓൻ തിരുവനന്തപുരത്തുകാരനാ. ഓൻ തൃശ്ശൂർക്കാരനാ. തൃശ്ശൂരാ പറയാ ഷാബിയെ? ഓനിക്ക് നാടില്ല. മംഗലാപുരമാണ്. ഞാന് ടൗണിലൊക്കെ പോകാൻ വന്ന ഓന്മാരുടെ അടുത്ത് വഴി വെച്ച വെറുതെ കച്ചറ ഉണ്ടാക്കാം. ടൗണിലൊക്കെ അല്ലേ പോണ? ബഹളങ്ങൾ ഉണ്ടാക്കേണ്ടി വന്ന കായിക്കോട്ടുകാരൻ തന്നെ ഭാഷകളെ പറ്റി കുറ്റങ്ങൾ പറയാൻ ഭാഷകൾ അയാൾക്ക് പറയാൻ ഏത് ഭാഷകൾ കൊള്ളാന്നൂടെ പറയണം. ഈ 3 കന്നാലും ചേർന്നിട്ട് ഇവിടെ ഷാബി പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കണം. ഓൻ പറയട്ടെ. അയാളെ വിളിച്ചു നിർത്തി എന്തിനാ പിന്നെ? കന്നാലി തൃശ്ശൂര മിട്ട പൊട്ടിയപ്പോ പൊട്ടണായിരിക്കും. ഇനിയിപ്പോ അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞാണോ? ഗിറ്റാറും ഡ്രംസും സിന്തസൈസറും മറ്റ് സംഗീതോപകരണങ്ങളും ഉയർത്തുന്ന പാശ്ചാത്യ സംഗീതമേള ഈ ഉപകരണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ സ്വന്തം കണ്ഠനാളങ്ങൾ കൊണ്ട് അവതരിപ്പിക്കുന്നു ഒരു പോപ്പ് മ്യൂസിക്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടിയും ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിയ കുട്ടിയുമായുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ്. നമസ്കാരം. നമസ്കാരം. നിങ്ങൾക്കാണല്ലേ ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചത്? അതെ, എനിക്കാണ്. എന്താ നിങ്ങളുടെ പേര്? എന്റെ കുത്തുബുദ്ദീൻ ബക്ഷ അഹമ്മദ് ബക്ഷ് ബഡാ ഗുൽമാൽ ഖാൻ തിരുവനന്തപുരം എന്നായിരുന്നു. നിങ്ങൾക്ക് ആകെ
എത്ര മാർക്ക് ലഭിച്ചു? ആകെ 600-ൽ 599 മാർക്ക് ലഭിച്ചു. ഓഹോ, ആ. ആകെ 600-ൽ 1 മാർക്കാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടല്ലേ? അതെ, അതെ. അത് ഏത് വിഷയത്തിനാണ്? അത് സോഷ്യൽ സ്റ്റഡീസിനായിരുന്നു. ഓഹോ, ആ ചോദ്യം ഏതായിരുന്നു? ചോദ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചത്. എനിക്കറിയാൻ വയ്യായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നോ? ആ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അത് ഞാന് ഏത് സമയം പഠിക്കലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ എന്തിനാ എപ്പോഴും ഈ പഠിക്കാൻ പോയി ചുമ്മാ നിൽക്കുന്നത്? പഠിക്കല് അത് ഞാൻ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ട് പത്രം വായിക്കാനുള്ള സമയം കിട്ടൂല. ഓ. അതാ പറഞ്ഞത്. നിങ്ങളുടെ പ്രധാന ഹോബികൾ എന്തൊക്കെയാണ്? ഹോബിയല്ല, അത് ഈ കൊട്ടയുണ്ടല്ലോ, കൊട്ട. ആ. കൊട്ടയില് പന്തിട്ട് കളിക്കണ ഒരു തരം കളി എന്താ, ബാസ്കറ്റ്ബോൾ. ബാസ്കറ്റ്ബോൾ, അത് തന്നെ. പിന്നെ ഈ കൊടവടി തലയിരിച്ച് പിടിച്ചും മാന്തി കളിക്കണ ഒരു തരം ഹോക്കി. ഹോക്കി. അത് തന്നെ. ഓ, അപ്പോൾ നിങ്ങളൊരു മികച്ച അത്ലറ്റ് കൂടിയാണല്ലേ? അതെ, അതെ. നിങ്ങൾ സ്റ്റേറ്റിനെയോ സ്കൂളിനെയോ പ്രതിനിധീകരിച്ച് കളിച്ചിട്ടുണ്ടോ? ഉണ്ട്, ധാരാളം. കേരളത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യയിലും, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിലും ഞാൻ കളിച്ചിട്ടുണ്ട്. ഓഹോ, നിങ്ങളുടെ പൊസിഷൻ ഏതായിരുന്നു? ഔട്ട് പൊസിഷൻ ആയിരുന്നു. പന്ത് പുറത്ത് തെറിച്ചു പോണ പന്തെല്ലാം ഞാൻ പെറുക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ. അതുപോട്ടെ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും അമ്മാവനും അച്ഛനും ഉണ്ടായിരുന്നു. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മയാണ് നമ്മുടെ SLC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം തയ്യാറാക്കുന്ന അമ്മയാണ്. അപ്പൊ അമ്മാവനോ? അമ്മാവനാണ് ഈ മാർക്കെല്ലാം ഇടുന്ന, ഉത്തരം നോക്കി മാർക്കൊക്കെ ഇടുന്ന അമ്മാവനാണ്. അമ്മാവൻ. അപ്പൊ അച്ഛൻ? അച്ഛൻ ഈ പരീക്ഷയൊക്കെ നിയന്ത്രിക്കുന്ന ആളുണ്ട്. അത് പരീക്ഷ കൺട്രോളർ. ഇപ്പൊ എല്ലാം മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ ആരായി തീരണമെന്നാണ് ആഗ്രഹം? എനിക്ക് ഭാവിയിൽ ഒരു ഡോക്ടറോ ഒരു വക്കീലോ ഒരു എഞ്ചിനീയറോ മൂന്നോ പോയാൽ കൊള്ളാമെന്ന്. ഏതായാലും നിങ്ങൾ ഇത്രയെല്ലാം മാർക്ക് വാങ്ങി വിജയിച്ച സ്ഥിതിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വക്കീലോ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ നിങ്ങൾക്കായി തീരാൻ സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആശംസിക്കുന്നു. ശരി, നന്ദി. അടുത്തതായി ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിച്ച കുട്ടിയുമായുള്ള ഒരു അഭിമുഖ സംഭാഷണം. നമസ്കാരം. നമസ്കാരം. ഒന്നും വേണ്ട. എന്താ പ്രശ്നം? എന്താ? താങ്കൾ ഇരിക്കണം. എന്താ കാര്യം? എന്താ ഒരു ഇരുത്താനൊക്കെ എന്താ പ്രശ്നം? വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തുകയും ചെയ്തു. ഓ, നിങ്ങൾക്കാണല്ലേ ഈ കഴിഞ്ഞ SLC പരീക്ഷയിൽ ഏറ്റവും കുറവ് മാർക്ക് ലഭിച്ചത്? എനിക്കാണെന്ന് തോന്നുന്നു. താങ്കൾക്ക് സ്വല്പം വിനയത്തോടെ സംസാരിച്ചുകൂടെ? താൻ വിനയം തന്നെ പഠിപ്പിക്കണത് കാര്യം വെച്ചാ പറ. താങ്കൾക്ക് ആകെ എത്ര മാർക്ക് ലഭിച്ചു? എനിക്ക് ഏതാണ്ട് 1 മാർക്കായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. അത് ഏത് വിഷയത്തിനാണ്? സാമൂഹിക പഠനത്തിനാണെന്ന് തോന്നുന്നു. ചോദ്യം ഓർമ്മയുണ്ടായിരിക്കുമോ? ചോദ്യം എന്താണെന്ന് വെച്ചാൽ അത് മാത്രമേ എഴുതിയുള്ളൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു. എഴുതി ഇന്ദിരാഗാന്ധിയാണെന്ന് എഴുതി. ഓ, അത് താങ്കൾക്ക് എങ്ങനെ വ്യക്തമായി അക്ഷരത്തെറ്റ് കൂടാതെ എങ്ങനെ എഴുതാൻ സാധിച്ചു? എങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ഞാൻ ഈ ഇലക്ഷൻ കാലത്ത് ചുമരെഴുത്താനൊക്കെ പോകാറുണ്ടേ. അപ്പൊ അങ്ങനെ ആ പരിചയത്തിന്റെ അടുത്ത് എഴുതിയെന്നുള്ളൂ. അപ്പൊ പിന്നെ അപ്പോ താങ്കൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്? പഠിച്ച സ്കൂൾ ഒരുപാടുണ്ട്. അത് പറയുമ്പോൾ നടക്കണമൊന്നുമില്ല. ഒരുപാടുണ്ട്. ആദ്യം ഒരു സ്ഥലത്ത് പഠിച്ചു, ആലോ യൂണിവേഴ്സിറ്റി സ്കൂളിൽ പഠിച്ചു. അവിടെ പഠിച്ചപ്പോഴാണ് രസം ഉണ്ടായത്. എന്നെ അവിടെ പുറത്താക്കി. സാറിനെ തല്ലിന്നും പറഞ്ഞു. സത്യം പറഞ്ഞാൽ സാറിനെ തല്ലിയിട്ടൊന്നുമില്ല, ഒരു ചവിട്ടാട്ടം കൊടുത്ത്. അതിന് വെറുതെ ആവശ്യമില്ല തല്ലിയെന്നും പറഞ്ഞ് അരവണി പ്രശ്നം ഉണ്ടാക്കി മാസ്റ്റർ പിടിച്ച് പുറത്താക്കി. അവിടെ നമ്മള് വേറെ സ്ഥലത്തോട്ട് പോയായിരുന്നു. താങ്കളുടെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്കൂളിൽ വെച്ച് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു ദിവസം മാഷായിട്ട് തെറ്റി. എന്റെ മാഷ് ചവിട്ടാൻ കൊടുത്തേ. ചവിട്ടി. എന്റെ ചവിട്ടേറ്റിട്ട് അയാളുടെ ഈ മുൻവശത്തെ പല്ല് അടന്നാണ് പോയി. എന്റെ അവിടെ നിന്ന് ഇങ്ങനെ ചോര ഇങ്ങനെ ഇറ്റിട്ട് വീണ്. അത് ആ ചോര ഇങ്ങനെ ഇറ്റിട്ട് വീണ ആ രംഗം ഞാൻ മറക്കൂല. രസമാണ് കണ്ടോണ്ടിരിക്കുക. അപ്പൊ താങ്കളുടെ പ്രധാന ഹോബികൾ എന്തൊക്കെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് ഹോബിയൊന്നുമില്ല. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോ ഉള്ളി തിന്നും. ഉള്ളി തിന്നുവോ? ആ ഉള്ളി തിന്നുന്നത് വളരെ നല്ലതാണ്. ഉള്ളിനെ അങ്ങനെ എപ്പോഴും തിന്നാറൊന്നുമില്ല. വല്ലപ്പോഴും കള്ള കുടിക്കുന്ന സമയത്ത് വീട്ടിൽ ചില മണം കിട്ടായിരിക്കാൻ വേണ്ടി ഉള്ളി തിന്നണതാ. അപ്പൊ നിങ്ങൾ മദ്യപിക്കുമോ? ഞാനങ്ങനെ കുടിക്കാറൊന്നുമില്ല. ചീട്ട കളിച്ച് കൂട്ടുകാർ കൂടി ചീട്ട കളിച്ചിരിക്കുമ്പോ ഇടക്കൊന്ന് കള്ളു കുടിക്കുന്നല്ലാതെ. അപ്പൊ ചീട്ടുകളി ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇതെന്തൊരു വെറുതെ നിലാവുള്ള രാത്രിയല്ലേ കോഴിനെ കാക്കാനൊക്കെ പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഒരു സമയങ്ങളുണ്ടെങ്കിൽ ചീട്ട കളിക്കുന്നുള്ളൂ. അപ്പോ നിങ്ങൾക്ക് മോഷണമുണ്ടോ? മതിയുടെ കുറെ ഒരു ഭാഗം മോഷണം ഉണ്ടാവും, കള്ളുകൂടി ഉണ്ടാവും, ചീട്ട. താനാരാ? പോലീസാ? കാര്യം എന്താ വെച്ചാൽ പറയാൻ. താങ്കളുടെ അച്ഛന്റെ ജോലി എന്താണ്? അച്ഛൻ അയാളെ ഞാൻ കാണാറൊന്നുമില്ല. അയാളെ കാണാറില്ല. ഞാനെന്നാ വീട്ടിൽ ചെല്ലുന്ന മഴ ഉണ്ടാവില്ല. ഞാൻ രാത്രി 2 മണി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം മഴ എണീറ്റ് പണിക്ക് പോയിട്ടുണ്ടാവും. ഞങ്ങൾ കണ്ടിട്ട് 1-2 വർഷമായി. അതുപോട്ടെ, ഭാവിയിൽ ആരായി തീരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ആരും ആകണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. വീട്ടുകാർ പറയണത് ഞാൻ ഭയങ്കര ഒരു കള്ളനായി തീരുന്ന. സത്യം പറഞ്ഞാൽ എനിക്ക് പോക്കരടിക്കാരനായ മതി. പക്ഷെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, ഇപ്പൊ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട്, നീ ഒരു മന്ത്രി ആവൂടാന്ന്. എനിക്കറിയാം നമ്മൾ എന്നെ ആവശ്യം. ഏതായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്കൊരു മന്ത്രിയാവാൻ സാധിക്കും എന്ന് എനിക്ക് ഇപ്പോൾ തന്നെ ഉറപ്പുണ്ട്. അത് ശരി. നിങ്ങൾക്ക് മന്ത്രിയാവാൻ കഴിയട്ടെ എന്ന് ഈ സമയത്ത്. പിന്നെ ഒരു കാര്യോട്ടാ, ഇവിടെ ചോദിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഇവിടെ ചോദിച്ചിട്ട് ഏണ്ടൊക്കെ ചെയ്തിട്ട് പിടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി.
ആ ശരി ശരി മനസ്സിലായോ? ആ ശരി ശരി നീ പോട്ടെങ്കി. ശരി, വലിയ നന്ദി. നന്ദിയൊന്നും വേണ്ട. ഡോക്ടറോട് ചോദിക്കുക. ഈ പരിപാടിയിൽ 3 ഡോക്ടർമാർ പങ്കെടുക്കുന്നു. ഡോക്ടർ മാത്യൂസ്, ഡോക്ടർ വിമല, ഡോക്ടർ ജോസഫ്. ഡോക്ടർ, ഞാൻ 28 വയസ്സ് പ്രായമുള്ള ഒരു ഫസ്റ്റ് PDC വിദ്യാർത്ഥിനിയാണ്. ഞാൻ എന്നും അതിരാവിലെ പഠിക്കാൻ എണീക്കുമ്പോൾ എനിക്ക് ശക്തിയായ തലവേദന ഉണ്ടാവുന്നു ഡോക്ടർ. ഇങ്ങനെയായാൽ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഡോക്ടർ. ഇങ്ങനെയായാൽ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ഇതിങ്ങനെ തുടർന്ന് പോയാൽ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ ഡോക്ടർ? അല്ല, ചോദ്യം എന്നോട് തന്നെയാണോ? അതെ. അല്ല, ഞാൻ കേരളത്തിൽ ഒരുപാട് തലവേദനയ്ക്ക് ചികിത്സിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ഒരു തലവേദനയും മാറിയിട്ടില്ല. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഈ തലവേദനയെ പൊതുവെ ഞങ്ങൾ ഡോക്ടേഴ്സ് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൊളാബറേഷൻസ് എന്നാണ്. അതായത് ഈ ഫസ്റ്റ് PDC വിദ്യാർത്ഥിനികളുടെ കാൽമുട്ടുകളിലൂടെ വരുന്ന ഞരമ്പുകൾ കൊളാബറേറ്റ് ചെയ്ത് പുറത്തേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്താറുണ്ട്. ഈ ഡിസ്ട്രിബ്യൂഷൻ സമയത്താണ് സാധാരണ പെൺകുട്ടികൾക്ക് ഈ തലവേദനയും നടുവേദനയും മറ്റും കാണുന്നത്. അത് എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടിയില്ല. ഡോക്ടർ മാത്യൂസ് പറഞ്ഞാൽ നന്നായിരുന്നു. അല്ല, ഡോക്ടർ ജോസഫ് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഡോക്ടർ മാത്യൂസ് തന്നെ പറഞ്ഞു. ശരി, ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് ഇപ്പോ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. ഈ തലവേദന എന്ന് പറയുന്നത് തലയിൽ വരുന്ന ഒരു തരം വേദനയാണ്. എന്താ, ശരിയല്ലേ? ശരിയാണ്. തെറ്റാൻ വഴിയില്ല. കുട്ടിയുടെ തലയുടെ ഏത് വശത്താണ് വേദന എന്ന് പറഞ്ഞത്? വലതുവശത്ത്. വലതുവശത്തല്ലേ? ഓ, ഐ എം സോറി, ഞാൻ ഇടതുവശത്താണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇതിന് അക്യുപങ്ക്ചർ രീതിയിൽ ഒരു പ്രാചീന ചികിത്സാ സമ്പ്രദായമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഡോക്ടർ മറുപടി പറഞ്ഞാൽ നന്നായിരിക്കും. ഞാനാണ്. പറയൂ. അപ്പോ ഈ കഴുത്തിലെ വേദന? അല്ല, തലയിലാണ് വേദന. ആ, കഴുത്തിന്റെ മുകളിൽ തന്നെയല്ലേ തല കിടക്കട്ടെ എന്നേ. കുട്ടിക്ക് എപ്പോഴാ വേദന എന്ന് പറഞ്ഞ? എനിക്ക് അതിരാവിലെ പഠിക്കാൻ എണീക്കുമ്പോ. ഓ, വെളുപ്പിന് പഠിക്കാണ്ടിരിക്കുമ്പോഴാ വേദന അല്ലേ? അതെ. എത്ര മണിക്ക് പഠിക്കാൻ എണീക്കും വെളുപ്പിന്? ഞാനൊരു 9 മണിക്ക് എണീക്കും. ആ, വെളുപ്പിന് 9 മണിക്ക് എണീക്കും അല്ലേ? വെളുപ്പിന് 9 മണിക്ക് എണീറ്റ് എത്ര നേരം വേദന ഉണ്ടാവും? ഒരു 9:30 വരെ. ആ, 9 മണിക്ക് എണീറ്റ് 9:30 വേദന ഉണ്ടാവും അല്ലേ? അപ്പൊ നാളെ തൊട്ടൊരു പണിയായി. 9:30 കഴിഞ്ഞിട്ട് എണീക്ക്. വേദന ഇവിടെ നിക്കട്ടെ. മോള് അല്ല, കുട്ടിയുടെ പേരെന്താ? ലിസി. ലിസി. ആ, ലിസി അവസാനം ചോദിച്ചില്ലേ? ഞാൻ ശ്രദ്ധിച്ചേ. എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ ഡോക്ടർന്ന്? അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. ഞാനൊരു ബാച്ചലർ ഒന്നുമില്ല, അതൊക്കെ നമുക്ക് ശരിപ്പെടുത്താം. ഇപ്പോ ലിസിയുടെ തലവേദന എല്ലാം മാറിക്കാണോ? ഇല്ലയോ? വളരെ കുറവുണ്ട്. തലവേദന കുറവുള്ളതുകൊണ്ട് ഡോക്ടറോട് ചോദിക്കുക. ഇവിടെ അവസാനിക്കുന്നു. ബോംബെയിൽ ഉദ്യോഗസ്ഥനായ രാജുവിന്റെ മാതാപിതാക്കളുടെ മരണവിവരം അറിയിക്കുന്നതിനായി ജന്മന മണ്ടനായ ഭൃത്യൻ കുട്ടപ്പൻ ബോംബെയിൽ രാജുവിന്റെ മുറിയിലെത്തുന്നു. ആരാ? ഞാൻ പറഞ്ഞ കുട്ടപ്പനാ? കുട്ടപ്പൻ. ആ, കടന്നു വാ. എടാ, നീ എന്താ ഈ സമയത്ത് ഇവിടെ? ഞാൻ വെറുതെ വന്നാൽ. വെറുതെ വന്നു? ബോംബെ വരെ നീ വെറുതെ വന്നു? ചുമ്മാ ഷാരിനെയൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നെ. എടാ, വീട്ടിൽ വല്ല വഴക്കുണ്ടാക്കിയോ? വല്ല വഴക്കാണ് ഞാൻ പറഞ്ഞു തീർക്കാം. ഒന്നുമില്ല. നീ എങ്ങനെ വന്നു ഇവിടെ? വിമാനത്തിന് വന്ന്. വിമാനത്തിലാ? ടിക്കറ്റ് ഒക്കെ കണ്ടില്ലേ? പറഞ്ഞ പോലെ ടിക്കറ്റും ഉണ്ടല്ലോ അതില്. എന്താ സംഭവം? എന്താണെന്ന് പറ. ഒന്നുമില്ല സാറേ, ഷാരിനെയൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. ഒന്നുമില്ല. ശരി, നമുക്ക് ഊണ് കഴിക്കാം. ഊണ് കഴിക്കാം. പിന്നെ സാറേ, ഒരു കാര്യം പറയാൻ പറ്റുമോ ഈ ഘട്ട? അത് പറയാൻ വേണ്ടിയല്ലേ ഞാൻ കാത്തു നിൽക്കുന്നത്. എനിക്കറിയാം എന്താ പ്രശ്നം. പറ. നമ്മുടെ വീട്ടിലെ പട്ടിയില്ലേ? ബുൾബുൾ. ബൽബൽ പട്ടി. ബുൾബുൾ പട്ടി ചത്തുപോയി. ചത്തുപോയ? എങ്ങനെയാ? 4 കാലൊക്കെ പൊക്കി. നീ ആളെ കളിയാക്കണ? ഇട, എന്റെ ബുൾബുൾ ഞാൻ എന്തുമാത്രം ഓമനിച്ചുളർത്തിയ പട്ടിയാണല്ലോ. എങ്ങനെ ചത്തുപോയി എന്റെ ബുൾബുൾ? ഇട, നീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? ഞാൻ എന്തുമാത്രം ഓമനിച്ചുളർത്തിയ പട്ടിയാണല്ലോ. ചത്തുപോയി. പട്ടി എങ്ങനെയാ ചത്ത്? പശുവിന്റെ ഇറച്ചി. പശു ഇറച്ചി എന്തിനാ ബുൾബുളിനോടത്ത്? നമ്മുടെ വീട്ടിലെ പശു ഇല്ലേ? പശു? കറാച്ചി പശു. കറാച്ചി പശു. ആ പശുവിന്റെ ഇറച്ചി.
കറാച്ചി പശു ചത്ത്. ഞാൻ ചാവാതെ തിന്നാൻ പറ്റും. നല്ല സാരി. അപ്പൊ കറാച്ചി പശു ചത്ത്. അതെങ്ങനെയാ? നമ്മുടെ വീട്ടില് മറ്റേ 60 പശുക്കളില്ലേ? 60 പശുക്കള്. 60 പശുക്കളി തൊഴുത്തിലുണ്ടായിരുന്നു. ആ പശുക്കളൊക്കെ ചത്ത കൂട്ടത്തില് കറാച്ചി പശു. തൊഴുത്ത് എല്ലാ പശുക്കളും ചത്ത്. എല്ലാ പശുക്കളും ചത്ത്. എന്താണ് അവിടെ വല്ല ഭൂകമ്പം ഉണ്ടായി? ഒന്നുമില്ല. എടി എങ്ങനെ തീവാരി. തീവാരിയോ? എങ്ങനെ പിന്നെ മോശിക്കോച്ച തീവാരി. പിന്നെ അടി കൂടെ. ഇടി എന്താ സംഭവം എന്ന് പറയാൻ? തൊഴുത്തിന് തീ പിടിച്ച സാറ്. തൊഴുത്തിന് തീ പിടിച്ച അങ്ങനെ പശുക്കളെല്ലാം ചത്ത്. ചത്ത്. അപ്പൊ എങ്ങനെ തീ പിടിച്ചെന്നാ ഞാൻ ചോദിക്കുന്നത്? വീട്ടില് സദ്യ ഒക്കെ ഉണ്ടായി. സദ്യ? എന്ത് സദ്യ? അടിയന്തരത്തിന്റെ അടിയന്തരത്തിന്റെ സദ്യ. ആരുടെ അടിയന്തരം? അമ്മയുടെ അടിയന്തരത്തിന്റെ. എന്റെ അമ്മയുടെ അടിയന്തരത്തിന് എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. എന്റെ അമ്മയൊന്നുമല്ല. പിന്നെ ആരുടെ അമ്മയുടെ അടിയന്തരത്തിന്? എന്റെ അമ്മയത്ത് വന്നേ. എന്റെ അമ്മയത്ത് പോയാ ദുഷ്ടപ്പാവി. എന്റെ അമ്മ എങ്ങനെയാ? അമ്മ ചത്ത സാറ് അല്ല രസം. സാറിന്റെ അച്ഛൻ ചത്ത വിഷമം കൊണ്ട് അമ്മയും ചത്തു. കുത്തഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇതാ അടുക്കും ചിട്ടയുമില്ലാത്ത കുറെ വിദ്യാർത്ഥികളും ഒരു അധ്യാപകനും. ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കൊറേ ദിവസത്തെ ലീവ് കഴിഞ്ഞാണ് ഞാൻ വന്നത്. നിങ്ങൾക്കറിയാലോ. നാളെ ഓടി വരും. ഡിയോ വരും. ഡിയോ അടിച്ചു വരാൻ വന്നല്ലേ? അടിച്ചു വാരനല്ല. ഡിയോ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ. പോലീസ് ഉണ്ടാവോ? പോലീസ് മിണ്ടാതിരിയുടെ അവിടെ. അപ്പൊ നാളെ ഇൻസ്പെക്ടർ വരുമ്പോ ചില ചോദ്യങ്ങളെല്ലാം തരും നിങ്ങൾക്ക്. അതിന് ഞാനൊരു റിവേഴ്സൽ തരാം. റിവേഴ്സൽ പറഞ്ഞു തരാന്നാടാ പറഞ്ഞു. മിണ്ടല്ലടാ. ഹാജർ വിളിക്കാൻ മറന്നുപോയി. പി പി പാപ്പി ഹാജർ. ടി ടി പോറ്റി പ്രസന്റ് സർ. ഓക്കെ ചാക്കോ ഹാജർ. SSLC ഹാജർ. LC ഇന്നലെ എന്താ ക്ലാസ്സിൽ വരാതിരുന്നത്? അമ്മ പെറ്റിയെടുക്കാണ് സാർ. സാറിനോട് ഓട്ടൻ വിവരം അറിയിക്കാൻ പറഞ്ഞു. എന്നോട് ഉടനെ വിവരം അറിയിക്കാനാ? എന്താണ് കാര്യം? ഒന്നുമില്ല, ലീവിന്റെ കാര്യത്തിലാണ്. ലീവിന്റെ കാര്യമാണല്ലേ? ഞാൻ ആകെ പേടിച്ചു. ഞാൻ വിചാരിച്ച എന്റെ മറ്റുള്ളവരെല്ലാം എവിടെ പോയടാ? അവരൊക്കെ മാവേലി സ്റ്റോറിലെ ക്യൂ നിക്ക. അരി മേടിക്കാൻ പോയതാണ്. അരി വാങ്ങിക്കാൻ ഇന്നലെ പോയതാണ്. ഇന്നലെ പോയതാണല്ലേ? സാറേ ഗീതന്റെ പേര് വിളിച്ചില്ലാന്ന്. ഗീതന്റെ പേര് വിളിച്ചില്ല. ഗീതയുടെ പേര് വെട്ടി. ഗീതയുടെ കല്യാണം ചോദിക്ക്. ഏത് ഗീതയാണ്? ചോദ്യം തരാം, അതിനുള്ള ഉത്തരം പറഞ്ഞു തന്നാ മതി. മനസ്സിലായില്ലേ? ചോദിക്കുന്ന ആള് മാത്രം ഉത്തരം പറഞ്ഞാ മതി. അപ്പൊ സാറ് തന്നെ പറയൂ അല്ലേ? ഞാൻ ചോദിക്കും, അതിന് ഞാൻ പറയുന്ന ആള് തന്നെ ഉത്തരം പറയണോന്ന്. മനസ്സിലായില്ലേ? എന്നാ ചോദ്യം ശ്രദ്ധിച്ചോ. കപ്പൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും സദാസമയവും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. കാരണം പറയുക. കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. കപ്പൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതാണ്, എന്തുകൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു? ഞാൻ പറയില്ല, ഇവരൊക്കെ കേക്കും. പറഞ്ഞുതരാ. അതായത് ഈ കപ്പല് കപ്പലിന്റെ കിടപ്പ് അങ്ങനെയാണത്. ഈ ചെറുപ്പത്തില് കപ്പൽ കണ്ടിട്ടുള്ള ആരൊക്കെ ഉണ്ട്? ഞാനും കണ്ടിട്ടുണ്ടല്ല. അന്ന് കപ്പൽ എങ്ങനെ കിടന്നിരുന്ന? കപ്പൽ പൊങ്ങിയല്ലേ കിടന്നിരുന്നത്? അത് അങ്ങനെ തന്നെ കിടക്കുള്ളൂ. അത് അതിന്റെ കിടപ്പ് അങ്ങനെ. മനസ്സിലായി? എനിക്കറിയായിരുന്നത്. ഞാനേ അതൊക്കെ ഇവര് കേട്ട് പഠിച്ചിട്ട്. ഉദരഭാഗത്ത് ഒരു സഞ്ചിയുമായി സദാസമയവും ഓടിച്ചാടി നടക്കുന്ന ഒരു ജീവിയുടെ പേര് ഞാൻ പറയാം. കങ്കാരു. കങ്കാരു നടക്കും, അതല്ല വേറൊരു ജീവി. സിംഹം. സിംഹോ? ഓടാ. ഞാൻ പറയട്ടെ. ബസ് കണ്ടക്ടർ. കറക്റ്റ്. 2 മാർക്ക്. ഞാൻ പറയാൻ പോയേന്. അടുത്ത ചോദ്യം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബസ് പറ. ഞാൻ പറയട്ടെ. സിലബസ്. ചില ബസ്സല്ല, ഒരു ബസ്. അതിന്റെ പേര് പറ. ഞാൻ പറയാം. നീ പറ.
കൊളംബസ്. മിടുക്കൻ. രണ്ട് മാർക്ക് ഞങ്ങക്ക് നിനക്ക് മാർക്ക് വല്ലതും പറഞ്ഞെങ്കിലല്ലേ. അടുത്ത ചോദ്യം പറയുന്നു. അടുത്ത ചോദ്യം. കരണ്ട് നിന്ന് ജീവിക്കുന്ന ഒരു ജീവിയുടെ പേര്. ഞാൻ പറയാം. പറ. എലി. എലിയ? പല്ലി. പല്ലി പൊറ്റന്മാരാണ്. ആർക്കും പറഞ്ഞൂടെ? പൂച്ചയാണോ സാറേ? എനിക്കറിയാം. ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ. അത് തന്നെ. മിടുമിടുക്കൻ. നിനക്ക് നല്ല ഭാഗ്യമുണ്ടല്ലോടാ. സാറേ അവന്റെ അപ്പനാണ് ഇലക്ട്രിസിറ്റി ചെയർമാൻ. സൈലൻസ്. വന്നിട്ടില്ല. സൈലം വന്നിട്ടില്ല. ശൈലം വന്നില്ല. ഏഷ്യയുടെ തലസ്ഥാനം. ഞാൻ പറയാം. ഒരാൾ പറഞ്ഞാ മതി. ഞാൻ പറയട്ടെ. മലേഷ്യ. മലേഷ്യ അത് മലകളുടെ തലസ്ഥാനമാണ്. ഞാൻ പറയാം. ഇന്തോനേഷ്യ. അത് ഇന്ത്യയുടെ തലസ്ഥാനമല്ലടാ. എനിക്കറിയാനേ. റഷ്യ. കറക്റ്റ്. എടാ മിടുക്കാ. കൊള്ളാം. നീ മിടുക്കനാണടാ. ബ്രിട്ടീഷ് ഭരണാധികാരി മാർഗരറ്റ് താച്ചറുടെ പേര്. ബ്രിട്ടീഷ് ഭരണാധികാരി മാർഗരറ്റ് താച്ചറുടെ പേര്. പേരാ? എന്താണ്? അതറിയാം. ബ്രിട്ടീഷ് എനിക്കറിയാൻ പാടില്ല സാറ്. സാറ് തന്നെ വേണ്ട. പഠിക്കാനല്ലേ? അത് വേണ്ട. അങ്ങനെ വേണ്ട. അറിയാൻ പാടില്ല. കേരളത്തിൽ റോഡിൽ കൂടി ഇലക്ട്രിക് പാസ് ചെയ്യുന്ന പോലെ അതിവേഗത്തിൽ പാസ് ചെയ്ത് ആളെ കൊല്ലുന്ന വാഹനം. പാശി എന്ന് പറഞ്ഞ എന്താ? എടാ അത് ഈ പരിപാടിക്കൊക്കെ പോകുമ്പോ തരൂലേ ഒരു കഷ്ണം കടലാസ്. അതാണ്ട പാസ്. നിന്നോട് ചോദിച്ച ഹെലികോപ്റ്റർ. എടാ അത് വെള്ളത്തിൽ കൂടെ പോണതല്ലടാ. വേറെ ആർക്കാ അറിയാവുന്ന? ഞാൻ പറയട്ടെ. പറ. റോട്ടിൽ കൂടെ ആളെ കൊല്ലണ വാഹനല്ലേ? മന്ത്രിമാര് പോണ കാറ്. നിനക്ക് 100 മാർക്ക്. 100 മാർക്ക് കൊടുക്കും. അത്ര മിടുക്കനാണ്. ഇനി എനിക്കാണ് ഇതുവരെ ഒന്നും നിനക്കൊന്നും കിട്ടൂല. നിനക്ക് മുട്ടപ്പൂച്ചയും കിട്ടും. പിന്നെ സാറേ സാമ്യമുള്ള ഒരു വാക്കാണ് ഇനി. അടികൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും. ഇതിനോട് സാമ്യമുള്ള ഒരു വാക്ക് പറഞ്ഞു. അടികൊള്ളാൻ ഞങ്ങളും കാശ് വാങ്ങാൻ സാരും. അത് നന്നായിട്ടാ പറഞ്ഞ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉയർന്നു കേൾക്കുന്ന ശബ്ദം. ഞാൻ പറയാം. യേശുദാസിന്റെ. യേശുദാസ? അതല്ലേ മുഹമ്മദ് റാഫി. ഞാൻ പറയാ തവള കരയണേ. അതൊന്നുമല്ല. എനിക്കറിയാം. സി വിദ്യാധരൻ, മഞ്ജുള ബേക്കറി, ആലപ്പുഴ. എടാ നീ നല്ല മിടുക്കനാണല്ലോടാ. 10 മാർക്ക് നിനക്ക്. ഇരിക്കട്ടെ. ശരിയാ. 4 10 മാർക്ക്. പിച്ചല്ലേ സാറേ? പിച്ചണ് ഞാനാ? ചോദ്യമിട്ട് കുത്തോട്. വെറുതെ ബഹളം. നോ സ്മോക്കിംഗ്. മിണ്ടിപ്പോരുത്. ഇനി ഒരു പദ്യമാണ്. പദ്യം. അതിനർത്ഥം പറയാം. സൗവർണപിണ്ഡമതുരുക്കിയെടുത്ത് നീരിൽ മുക്കുന്നിതാ ധവനമണ്ഡല കൈതവത്താൽ. എന്താണ് സാർ? ഒന്നും കൂടെ പാടിത്തരാം. സൗവർണപിണ്ഡമതുരുക്കിയെടുത്ത് നീരിൽ മുക്കുന്നിതാ ധവനമണ്ഡല കൈതവത്താൽ. മുക്കുന്നിതാന്നോ? മുക്കുന്നിതാന്ന് മുക്കുന്നു എന്ന് പറഞ്ഞ അറിഞ്ഞൂടെ? മുക്കുകാന്നോ? എന്റെ മുക്കുന്നു. വെള്ളത്തില് മുക്കുന്നു. അതല്ല. നിങ്ങൾ ഒന്ന് മുക്കിക്കേ. എല്ലാരും കൂടെ ഒന്ന് മുക്കിക്കേ. പോരാ. എല്ലാരും കൂടെ ശരിക്കും മുക്കിക്കേ. പോരാ. ശരിക്കും ഒന്നും കൂടെ മുക്കിക്കേ. ശരിക്കും മുക്കടാ. വേണ്ട. ഇനി മുക്കിയാ പ്രശ്നമാവും. മതി. വനിതാ വർഷവും മറ്റും ആഘോഷിച്ച നമ്മുടെ വനിതകളെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നഗരങ്ങളിലെ ക്യാബറകൾ നിർത്തലാക്കണമെന്ന് പറഞ്ഞ് തെരുവീഥികളിൽ ഇറങ്ങിയ സൊസൈറ്റി ലേഡികളായ വനിതകളുടെയും അവരുടെ പെൺകുട്ടികളുടെയും ക്യാബറയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള വേഷവിധാനം നാം കണ്ടു കഴിഞ്ഞതാണ്. ഈ സൊസൈറ്റി ലേഡിയെ ഒരു പത്രപ്രവർത്തകൻ ഇന്റർവ്യൂ ചെയ്യുന്നു. ഇത് ചിരിക്കുവാനല്ല, ചിന്തിക്കുവാനാണ്. നമസ്കാരം മിസ്സസ് ഡാലിയ. നമസ്കാരം. പക്ഷേ മിസ്സിസ് ഡാലിയ അല്ല, മിസ് ഡാലിയ. സോറി, വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലേ? വിവാഹമൊക്കെ കഴിഞ്ഞതാ, പക്ഷെ ഡൈവോഴ്സ് ചെയ്തു. ഓഹോ, അപ്പോൾ വീണ്ടും മിസ് ഡാലിയ ആയി അല്ലേ? അതുപോട്ടെ, ഞങ്ങൾ എറണാകുളത്ത്
ഒരു പുതിയ മാസിക ഇറക്കുന്നുണ്ട്, കോമാങ്കം. അതിലേക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാനാണ് ഞാൻ വന്നത്. Oh, I heard that. I got the invitation yesterday or day before yesterday. അല്ല, ഒരു കാര്യം പറയുന്നതിലൊന്നും വിചാരിക്കരുത്. കഴിയുന്നത്ര മലയാളത്തിൽ പറഞ്ഞാൽ വലിയ Oh, ഉപകാരമായിരുന്നു. sorry. I'll try my best. ആ, അപ്പോൾ നിങ്ങൾ ഡൈവേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞുവല്ലോ, പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നോ? കുടിക്കുമായിരുന്നു. ഓഹോ. ആദ്യമൊക്കെ കുറച്ചേ കുടിക്കുള്ളായിരുന്നു. ആഹാ. പിന്നെ കൂടി വന്നു. അപ്പോ ഡൈവേഴ്സ് ചെയ്തു. ഓഹോ, അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ കൂടി നിർത്താമായിരുന്നല്ലോ. അയ്യോ, അദ്ദേഹമല്ല, ഞാനായിരുന്നു കുടിച്ചിരുന്നത്. ഓഹോ. ബി ഫ്രാങ്ക്, ആ. ഞാൻ തുറന്നു പറയാ. ആ. നിങ്ങള് പത്രത്തിലിടരുത്. ഇല്ല, ഞാൻ പറഞ്ഞോളൂ. ആരോടും പറയുകയും ഇല്ല, ചെയ്യരുത്. ധൈര്യമായി പറഞ്ഞോളൂ. ഞാൻ ഈ ടൈഗേഴ്സ് ക്ലബിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് ആയിരുന്നു. ആണ്. അപ്പോ അവിടെ ഫ്രണ്ട്സ് ഒക്കെ വരും, അവിടെയൊക്കെ ജോളിയാക്കി കുടിക്കുമ്പോ ഞാനും ആദ്യമൊക്കെ ചുമ്മാ ഒരു ജോലിക്ക് വേണ്ടി കുടിച്ചു. അതെ. പിന്നെ പിന്നീട് എനിക്ക് കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത സ്ഥിതിയിലായി. നിർത്താൻ Please പറ്റില്ല. don't say it outside. ഇല്ല, ഞങ്ങളുടെ പത്രത്തിന് വേണ്ടിയല്ലേ. പറയരുത് പുറത്ത്. ഇല്ല. ഞാൻ നിങ്ങളായതുകൊണ്ട് ബി ഫ്രാങ്ക്. ഞാൻ വീണ്ടും ഇല്ല, പറയാം. സാരമില്ല. അതുപോട്ടെ, നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഞാൻ പ്രത്യേകിച്ച് ഇപ്പോ ഒരു ബ്യൂട്ടി പാർലർ ഞാൻ എറണാകുളത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓഹോ, കേട്ടിരുന്നു. പിന്നെ ഫാഷൻ പരേഡ് കോട്ടയത്ത് സംഘടിപ്പിക്കാറുണ്ട്. നിങ്ങൾ നടത്തിയല്ലോ അല്ലേ? അതെ. പിന്നെ ഫ്ലവർ ഷോ എറണാകുളത്ത് എല്ലാ വർഷവും ഞാൻ നടത്താറുണ്ട്. ഓഹോ, എല്ലാം വളരെ നല്ല കാര്യങ്ങളാണല്ലോ. അതെ. പിന്നെ ഈ ഫർണിച്ചറൊക്കെ വീട്ടിൽ എങ്ങനെ നല്ല രീതിയിൽ ഫർണിച്ചർ എങ്ങനെ ഇടാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ മാസികളിലൊക്കെ എഴുതാറുണ്ടല്ലേ? എഴുതാറുണ്ട്. അതെ. അത് വളരെ നല്ല കാര്യമാണ്. അതുപോട്ടെ, ഒരു കാര്യം ചോദിക്കുന്നതിലൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ യഥാർത്ഥ പേര് പാറുക്കുട്ടി എന്നാണെന്ന് കേട്ടത് ശരിയാണോ? ആര് പറഞ്ഞു നിങ്ങളുടെ അടുത്ത്? അത് ആ ജാസ്മിൻ ക്ലബിലെ ചെയർമാൻ മിസ്സസ് നായരല്ലേ? എനിക്ക് തോന്നി അവളെ അങ്ങനെ പറയുള്ളൂ. നിങ്ങൾക്ക് അവളുടെ പേര് അറിയാവോ? അവളുടെ പേര് എന്താണെന്നറിയോ? അവളൊരു മിസ്സിസ് നായർ. അവളുടെ പേര് നാണക്കുട്ടി എന്നാ. കോട്ടയത്ത് കാര്യമില്ലയോ? എനിക്കറിയാം അവൾ അങ്ങനെ പറയുള്ളൂ എന്ന്. നിങ്ങള് എന്റെ പേര് ഡാലിയ തന്നെയാ. എനിക്കറിയാം അവൾ അങ്ങനെ പറയുന്നു. അവളുടെ സ്വഭാവതരത്തിലാ. അത് പോട്ടെ, ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഇനി അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിലൊരു വഴക്ക്. ഇല്ല, വേണ്ട, പോട്ടെ, സാരമില്ല. നിങ്ങൾ ഇനി അതിനു വേണ്ടി നിങ്ങൾ തമ്മിൽ വഴക്കൂടേണ്ട ആവശ്യമില്ല. പോട്ടെ. അതിപ്പോ നിങ്ങൾ ഇത്രയും നേരം ഞങ്ങളുടെ ഈ പുതിയ മാസികയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒരുക്കി തന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളാണോ കോമാങ്ങിയുടെ പത്രാധിപർ? അല്ല, കോമാങ്ങയല്ല, കോമാങ്കം. അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ്. അതെ, ചായ ഒന്നും വേണ്ട, ഇറങ്ങട്ടെ. ഓ, താങ്ക് യു. വിദ്യാഭ്യാസമില്ലെങ്കിലും ഉള്ളവരെ പോലെ നടിച്ച് എല്ലാം തികഞ്ഞവരെ പോലെ നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമുക്കുണ്ട്. അതിന് തെളിവാണ് ഒരബദ്ധത്തിൽ ചെന്ന് ചാടിയ ഈ അമ്മാവൻ. ഇതെന്താണ് കിട്ടുമ്മാവനാ? എന്താണ് കാണാൻ ഞാനിവിടെ ഉണ്ടായില്ല. എവിടെയായിരുന്നു മാവ? ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നേ ഉള്ളൂ ട്രിവാൻഡ്രപുരത്തുനിന്ന്. ആണോ? അതെ. എന്ത് പറ്റിയ മാവ? ആ കഷണ്ടി ആയല്ലോ ഇപ്പൊ. കഷണ്ടിയാ? എടാ, ഈ കഷണ്ടിയുടെ വില നീ അറിയോ? എന്ത് വില? ഈ ഒരൊറ്റ കഷണ്ടി കാരണം എന്നെ സിനിമയിലെ എണീക്കാൻ വിളിച്ചതാ. അമ്മാവനെയാ? പിന്നെ സിനിമയില മൈ ഡിയർ കുട്ടിച്ചാത്തം കണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല. യു ബ്ലഡി ഇൻസ്റ്റാൾമെന്റ് അതല്ലേ കാണേണ്ടത്? ആണോ? മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ അഭിനയിച്ച കൊട്ടാരക്കരയില്ലേ? കൊട്ടാരക്കര. ആ റോളിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചതാ. അമ്മാവനെയാ? അതെ. പക്ഷേ കാശിന്റെ കാര്യത്തിൽ തെറ്റി. അയ്യോ. ഞാൻ 40,000 രൂപ പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, ആരാ? അച്ചപ്പൻ. അച്ചപ്പനല്ല, അപ്പച്ചൻ. അച്ചപ്പനോ ആരോ അങ്ങനെ 50,000 രൂപ പറഞ്ഞു. ഞാൻ 40,000 പറഞ്ഞു. ഒരു 10,000 രൂപയുടെ പ്രശ്നത്തിന് അമ്മാവനെ അത് തെറ്റിപ്പിരിഞ്ഞു. അത് എങ്ങനെ തെറ്റിപ്പിരിഞ്ഞെന്നാ വിചാരിച്ച നീ? കഷ്ടായി പോയി. 40,000 രൂപ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അച്ചപ്പൻ പറഞ്ഞു 50,000 രൂപ കൊടുക്കണമെന്ന്. അങ്ങോട്ട് കൊടുക്കാൻ? അങ്ങോട്ട് അഭിനയിക്കാൻ? അതില്ലാതെ പിന്നെ അങ്ങനെ തെറ്റിപ്പോയതാ. എന്നാലും വേണ്ടിയില്ല, ഇപ്പൊ ഒരു ഭരതന്റെ പടം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഭരതന്റെ പടം? മാമൻ രക്ഷപ്പെട്ടു പോയല്ലോ. രക്ഷപ്പെട്ടു പോയല്ലോ. ഏത് പടമാണ്? ഞാനേന്ന് വെട്ടിയെടുത്തതാ. ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു പടവാ. നല്ല പടവാ. വെട്ടിയെടുത്ത പടം? അതെ, അങ്ങനത്തെ പടം. ഞാൻ ഓർത്ത് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയെന്ന്. നീ അങ്ങനെയൊക്കെ വിചാരിക്കാൻ ഭയങ്കര ഇംഗ്ലീഷ് ആണല്ലേ ഇടയായിട്ട്? ഇംഗ്ലീഷ് ഭയങ്കരമാണല്ലോ. എന്ത് കരുതി എന്നെ പറ്റി? ആണാ? മാമൻ ഇംഗ്ലീഷൊക്കെ എങ്ങനെ അറിയാപ്പ? ഇംഗ്ലീഷ് എങ്ങനെ അറിയാന്നാ? എടാ, ഇംഗ്ലീഷ് എങ്ങനെ അറിയാന്ന? ഞാൻ ആരാന്ന നിന്റെ വിചാരം? ഇംഗ്ലീഷ് ആകമാനം കലക്കി കുടിച്ചു വെച്ചിരിക്കല്ലോ ഞാൻ. എന്നൊരു കാര്യം ചെയ്യാം. ഞാൻ ഇംഗ്ലീഷില് ഒരു വരി പറയുക, മലയാളത്തിലൊരു വരി പറയാം. അമ്മാവനൊന്ന് ഇംഗ്ലീഷീകരിക്കണം. മലയാളത്തിലുള്ള ഇംഗ്ലീഷ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്പോർട്ട് ചെയ്യണം അല്ലേ? ട്രാൻസ്ലേറ്റ് ചെയ്യണം. ചോദിച്ചോ, പറഞ്ഞുതരാം. അതായത് ഞാൻ ഇന്നലെ അമ്മാവനെ
വഴിക്ക് വെച്ച് കണ്ടപ്പോ അമ്മാവൻ എന്താണ് എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയത് എന്നുള്ള വിവരം അമ്മാവനൊന്ന് ഇംഗ്ലീഷിലാക്കണം. എങ്ങനെ ഞാൻ ഇന്നലെ അമ്മാവനെ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ അമ്മാവൻ എന്താണ് മിണ്ടാതെ പോയത്? അത് ശരി. അതായത് ഞാൻ ഇന്നലെ അമ്മാവനെ കണ്ടപ്പോ അമ്മാവനെന്റെ വഴിയിൽ വെച്ച് കണ്ടപ്പോ മിണ്ടാതെ പോയത് എന്ന് അങ്ങോട്ട് ഇംഗ്ലീഷിൽ പറയണം. പറഞ്ഞാ പോരെ? അതെങ്ങനെ പറയുന്ന? അതങ്ങോട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാ മതി. അമ്മാവൻ പറഞ്ഞ എന്നാ പറഞ്ഞുതരാം, ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ ഇന്നലെ അമ്മാവനെ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ അമ്മാവൻ എന്താണ് മിണ്ടാതെ പോയത്? അത് ഞാൻ അല്പം ധൃതിയിലായിരുന്നു, അതാ മിണ്ടാതെ പോയത്. ഒരു വസ്തു അറിയാൻ പാടില്ലല്ലോ. ഇന്റർ കോളേജ് ഇന്റർ കോളേജ് എന്ന് പറയാൻ മനസ്സിലായില്ല? മനസ്സിലായില്ല? എടാ കോളേജിൽ കയറാത്തവനായിരുന്നു. ഓ അല്ല അമ്മാവ, വേറൊരു കാര്യം ചോദിച്ചോട്ടെ? അതൊക്കെ വിട്. ഇവിടെ എന്തൊരു പാട്? എവിടാ? അമ്മാവന്റെ മുഖത്തെ. എന്റെ മുഖത്താ? ഈ കണ്ണിന്റെ താഴെ ഒരു എന്താണ് അമ്മാവ ഈ കണ്ണിന്റെ താഴെ? അത് വെറുതെ കരിയല്ല. എടാ നീ ആള് ഭയങ്കരനാണല്ലോ. സ്വല്പം ഭയങ്കരനാണ്. കണ്ടുപിടിച്ചാൻ. എടാ എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്ത് പറ്റിയതാ? നീ ആരോടും പറയരുത്. ദൈവത്താണോ പറയില്ല? ഇല്ല. ഡോഗ് പ്രോമിസ്. ഇല്ല. അതെ, സത്യം ചെയ്തു. കൈയടിച്ച് സത്യം ചെയ്തു. ദൈവത്താണാ? ഞാനേ ഒരു ഉത്സവത്തിന് പോയതാ, തൃപ്പൂണിത്തറയില്. അറ്റാഘോഷ ഉത്സവത്തിന് പോയതാ. അപ്പൊ ഉത്സവം കഴിഞ്ഞ് വരുന്ന വഴിക്ക് സമയം വാതിര 12 മണിയായി. എനിക്ക് ബസ് കാത്തു നിന്നിട്ട് ബസ്സും കിട്ടുന്നില്ല. അപ്പൊ ഞാനേ ഒരു വീട് കണ്ടു. ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാനിവിടെ കിടന്നോട്ടെ, മണി 12 കഴിഞ്ഞു, എനിക്ക് ബസ്സൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാരണവരിറങ്ങി വന്നിട്ട് അങ്ങേര് പറയുക, അവിടെയൊന്നും കിടക്കാനൊക്കത്തില്ല, അവിടെ പ്രായമായ പെമ്പിള്ളേരുണ്ടെന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി രണ്ടാമത് കണ്ട ഒരു വീട്ടിലേക്ക് കയറി. ആ വീട്ടിലും ചെന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു. അപ്പൊ കിടക്കുന്ന അവിടെയുണ്ട് 4-5 പ്രായമായ പെമ്പിള്ളേര്. എന്ത് പറഞ്ഞു? അവിടെ കിടക്കാനൊക്കത്തില്ല, പെമ്പിള്ളേരുണ്ട് അത്രേ. എന്നെ ഈ പ്രായമായ എന്നെ കണ്ടോണ്ട് എന്തിനാ അവര് പേടിക്കുന്നേ? കഷ്ടം. അങ്ങനെ മൂന്നാമതൊരു വീട് കണ്ടു. ഞാൻ എന്റെ അബദ്ധത്തിന് ഞാൻ ആദ്യം തന്നെ ചോദിച്ചു, ഇവിടെ പ്രായമായ പെമ്പിള്ളേര് ഡോതി ചോദിച്ചു. അപ്പൊ അങ്ങേര് ചോദിച്ചു എന്തിനാന്ന്. ഞാൻ പറഞ്ഞല്ല, എനിക്കുള്ള ഇവിടെ കിടക്കാനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടേന്ന് വന്ന് ഓത്ത് തടിച്ചതാ. ഒരു കാര്യം പറയാം, നീ ആരോട് പറയരുത്. ഇപ്പൊ വേറെ എവിടെ പോണു? ഞാൻ ഒരു ഫിലിമിന് പോകാം. ആണാ? ഓക്കെ സോ യു. കലാഭവന്റെ മിമിക്സ് പരേഡ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അതിനു മുൻപ് ചില കഥാപാത്രങ്ങളും അവ അവതരിപ്പിച്ച ആർട്ടിസ്റ്റുകളെയും പരിചയപ്പെടുത്തുന്നു. അമ്മാവനും സൊസൈറ്റി ലേഡിയും അൻസാർ, MG സോമനും മണ്ടൻ കുട്ടപ്പനും റഹ്മാൻ, ചൗരോയും സ്കൂൾ അധ്യാപകനും സൈനുദ്ദീൻ, സൗണ്ട് എഫക്ട്സ് പ്രസാദ്, ജയറാം ആൻഡ് സന്തോഷ്. ഇത്രയും നേരം കലാഭവന്റെ മിമിക്സ് പരേഡ് കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് കലാഭവന്റെ നന്ദി, നമസ്കാരം. സരിഗ റെക്കോർഡിംഗ് യൂണിറ്റിനോടുള്ള നന്ദിയും ഞങ്ങൾ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. കലാഭവൻ മിമിക്സ് പരേഡിന്റെ മൈക്ക് ഓപ്പറേറ്റർ ശ്രീ വർഗീസ് എറണാകുളം.